രാത്രിയായപ്പോൾ പേളിയും അക്ബറും ഉള്ളിൽ കിടന്നുറങ്ങി. അർജുൻ മാത്രം പുറത്ത് തനിച്ചാണ് കിടന്നത്. നേരം വെളുത്തതും അക്ബർ വേഗം അർജുനെ വിളിച്ചുണർത്തി ഒരു കാര്യം പറഞ്ഞു. അർജുൻ, പേളി നമ്മളെ പറ്റിച്ചതാടാ. ഈ ട്രിപ്പ് വെറുമൊരു യാത്രയല്ല, അവളുടെ ഒരു പ്രോജക്റ്റാണ്. ഇത് പൂർത്തിയാക്കിയാൽ അവൾക്ക് 1 മില്യൺ രൂപ കിട്ടും. അതിനുവേണ്ടിയാണ് അവൾ നമ്മളോട് കള്ളം പറഞ്ഞ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. അത് കേട്ടപ്പോൾ അർജുൻ വലിയ കുഴപ്പമൊന്നും കാണിച്ചില്ല. അവൻ പറഞ്ഞു, സാരമില്ലടാ, അവൾ നമ്മുടെ ഫ്രണ്ടല്ലേ. അവൾ ഇങ്ങനെ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. ഈ കാര്യം അവൾ അറിയണ്ട, അത് നമ്മൾ തമ്മിൽ മതി. അങ്ങനെ അവർ തങ്ങളുടെ യാത്ര തുടർന്നു. വഴിയിൽ വെച്ച് അക്ബർ ക്യാമറയിലൂടെ ദൂരെ ഒരു ഇടിഞ്ഞ കൊട്ടാരം കാണുകയും അത് മറ്റുള്ളവരെ കാണിക്കുകയും ചെയ്തു. പേളി ക്യാമറയിലൂടെ അങ്ങോട്ട് നോക്കിയപ്പോൾ ആ കൊട്ടാരത്തിനകത്ത് നിറയെ മനുഷ്യരുടെ അസ്ഥികൂടങ്ങൾ കണ്ടു. അത് കണ്ടതും അവളുടെ മുഖഭാവം ആകെ മാറി. ഇത് ശ്രദ്ധിച്ച അർജുനും അക്ബറും എന്തുപറ്റിയെന്ന് ചോദിച്ചെങ്കിലും പേളി ഒന്നും മിണ്ടാതെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവരെയും കൂട്ടി അങ്ങോട്ട് നടന്നു. അവിടെയെത്തി അവർ കൊട്ടാരം മൊത്തം ചുറ്റിക്കറങ്ങി. അന്ന് രാത്രി അവിടെ തന്നെ തങ്ങാനും അവർ തീരുമാനിച്ചു. പക്ഷേ പാതിരാത്രിയിൽ ഒരു കൂട്ടം ആദിവാസികൾ വന്ന് അവരെ ആക്രമിച്ചു. ജീവനും കൊണ്ട് അവർ 3 പേരും അവിടുന്ന് രക്ഷപ്പെട്ടു. ഓട്ടത്തിനിടയിൽ ഭക്ഷണവും മാപ്പുമുണ്ടായിരുന്ന ബാഗ് അവർക്കവിടെ ഉപേക്ഷിക്കേണ്ടി വന്നു. തിരിച്ചു പോകണമെങ്കിൽ ആ ബാഗ് നിർബന്ധമായും കിട്ടിയേ തീരൂ എന്ന അവസ്ഥയിലായി അവർ.